പൂക്കോയത്തങ്ങളെ ഈ കുടി പിടിച്ചതിന്റെ പേരിൽ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് കോഴിക്കോട്ട് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു. അറിയോ നിങ്ങൾക്ക്? പാണക്കാട്ട പൂക്കോയത്തങ്ങൾ ഈ കൊടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്. ഉമ്മമാര് പഠിക്കണം. ഞാൻ ഈ പച്ചക്കൊടിയുടെ ആളല്ല എന്ന് ബഹുമാനപ്പെട്ട പാണക്കാട്ട പൂക്കോയത്തങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പാണക്കാട്ട പൂക്കോയത്തങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരില്ല. പാണക്കാട് കൊടപ്പഴക്കലെ സുഖനിദ്രയിൽ നിന്നും അദ്ദേഹം കോഴിക്കോട്ടെ ജയിലിലെ സിമന്റ് തറയിൽ പോയി കിടന്നത് ഈ പാർട്ടി ഈ ഉമ്മത്തിനെ നിലനിർത്തണമെന്ന് കരുതിക്കൊണ്ടാണ്. എന്താണ് അതിന്റെ കാരണം? അതാ പഠിക്കേണ്ടത്. നിങ്ങൾ അതാ പഠിക്കേണ്ടത്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിം സൂഫി വര്യനെ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട്ടെ മഹാസമ്മേളനത്തിൽ പതാക ഉയർത്തുമ്പോൾ ദുആ ചെയ്യാനാണ് ബഹുമാനപ്പെട്ടവരെ ക്ഷണിച്ചത്. ചാപ്പനങ്ങാടിയിൽ പോയി അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചു പഠിക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചിട്ടാ പറയുന്നത്. അന്ന് അദ്ദേഹം ഗൂഡല്ലൂരിലാണ്. മുസ്ലിം ലീഗിന്റെ സമ്മേളനം കോഴിക്കോട്ട് നടക്കുമ്പോൾ പതാക ഉയർത്താൻ അദ്ദേഹം ചെന്നില്ല. പതാക